Welcome to Flutter Developer Course. Previous lesson നമ്മൾ എങ്ങനെ സ്റ്റേറ്റ് ഉപയോഗിക്കാമെന്നും എങ്ങനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. ഈ ഒരു ലെസണിൽ നമ്മൾ ഒരു കൗണ്ടർ ആപ്പാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ആപ്ലിക്കേഷനുള്ളിൽ സെൻട്രലായിട്ട് ഒരു ടെക്സ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ക്ലിയർ ബട്ടൺ കാണാൻ സാധിക്കും. ഇതൊരു റൈസ്ഡ് ബട്ടണാണ്. കൂടാതെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ കൗണ്ടർ ഇൻക്രീസ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ക്ലിയർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് ക്ലിയർ ആവും. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലട്ടർ ടീം നമുക്ക് വേണ്ടി ഇതുപോലൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ബിൽഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടേതായ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ലിബിൻ്റെ അകത്ത് 01_counter_app എന്ന് പറയുന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പാക്കേജാണ്. പാക്കേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലിബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ന്യൂ എടുക്കുക, അതിനുശേഷം പാക്കേജ് നൽകാം. ശേഷം ഈ 01_counter_app എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓക്കെ, ഇനി ഇതിനുള്ളിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂ ഫയൽ. ഇതിൽ നിന്ന് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. counter_app.dart. ഓക്കെ, ഇനി ഈ ഫയലിനുള്ളിലായിരിക്കും എൻ്റെ ആപ്പ് ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മെറ്റീരിയൽ ഡാറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് മെറ്റീരിയൽ ഡാറ്റ്. അതിനുശേഷം എൻ്റെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. റൺ ആപ്പ്. ഇതിനുള്ളിൽ എൻ്റെ കൗണ്ടർ ആപ്പ് ഞാൻ നൽകുകയാണ്. കൗണ്ടർ ആപ്പ്. ഓക്കെ, ദെൻ ഞാൻ ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് കൗണ്ടർ ആപ്പ് എക്സ്റ്റെൻസ് stateless widget. ഓക്കെ, അതിൻ്റെ ബിൽഡ് മെത്തേഡ് നൽകാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ റിട്ടേൺ ചെയ്യുകയാണ്. എൻ്റെ മെറ്റീരിയൽ ആപ്പ് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ മെറ്റീരിയൽ ആപ്പ് ഹോം. അതിൽ എൻ്റെ അതായത് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് ആയിരിക്കും ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേര് നൽകുകയാണ്. ഞാൻ ഹോം ആപ്പ് എന്നാണ് അതിന് നൽകുന്നത്. ഹോം ആപ്പ്. ഇനി എൻ്റെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റായ ഹോം ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഹോം ആപ്പ് എക്സ്റ്റെൻസ് എന്തായിരിക്കും, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയിരിക്കും. ഇതിനുള്ളിൽ ഞാൻ എൻ്റെ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹോം ആപ്പ് സ്റ്റേറ്റ് ക്രിയേറ്റ് സ്റ്റേറ്റ് _ ഹോം ആപ്പ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി എന്താണ്, എൻ്റെ ഹോം ആപ്പ് സ്റ്റേറ്റ് ക്ലാസ് സ്റ്റേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനായിട്ട് ക്ലാസ് ഞാനിതിവിടുന്ന് കോപ്പി ചെയ്യണം. എക്സ്റ്റെൻസ് സ്റ്റേറ്റ്. ഇവിടെ നമ്മുടെ ബിൽഡ് മെത്തേഡ് നൽകാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്, എനിക്കൊരു ഇനിഷ്യൽ കൗണ്ടർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇൻറ്റ് നൽകുന്നു. ഇൻറ്റ് _my counter ഈക്വൽസ് 0 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കൗണ്ടർ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. void_counter. ഓക്കെ, ഇതിനുള്ളിൽ എനിക്ക് എൻ്റെ സ്റ്റേറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് മുൻപ് എന്താണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനിൽ ഞാൻ നൽകുകയാണ്. void_update. അതിനുള്ളിൽ അപ്ഡേറ്റ് കൗണ്ടർ എന്ന് നൽകാം. എന്ത് ചെയ്യുന്നു, എൻ്റെ കൗണ്ടർ വേരിയബിൾ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ,
that means counter underscore my counter plus plus, അതായത് കൗണ്ടറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻ്റെ അണ്ടർസ്കോർ കൗണ്ടർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അതായത് എൻ്റെ സ്റ്റേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനായിട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് നൽകുന്നു. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അണ്ടർസ്കോർ അപ്ഡേറ്റ് കൗണ്ടർ എന്ന് നൽകുന്നു. ഓക്കെ, കൂൾ. അപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറയാം, അതായത് നമ്മളൊരു ക്ലാസ്സിനുള്ളിൽ നൽകുന്ന ഫങ്ഷൻസിന് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ആപ്പിൻ്റെ സ്ട്രക്ചറിങ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ആപ്പ് ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ഇവിടെ വരുന്നു, എൻ്റെ ബിൽഡ് മെത്തേഡിൽ വരുന്നു. അതിനുള്ളിൽ ഞാൻ സ്കാഫോൾഡ് റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ സ്കാഫോൾഡ്. സ്കാഫോൾഡിൻ്റെ ബോഡി ആയിട്ട് ഞാനൊരു കോളമാണ് സെറ്റ് ചെയ്യുന്നത്. കോളം, അതിന് ചിൽഡ്രൻ നൽകുന്നു. ഞാൻ ആ സ്കാഫോൾഡ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൗണ്ടറിൻ്റെ ടെക്സ്റ്റാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഒരു ജസ്റ്റ് ലൈക്ക് എ കൗണ്ടർ പോലെ ഇത് വർക്ക് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എൻ്റെ സെൻറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സെൻറ്റർ വിഡ്ജറ്റ് നൽകുന്നു. അതിൻ്റെ ചൈൽഡായിട്ട് എന്താണ് ഞാൻ നൽകുന്നത്, എൻ്റെ ടെക്സ്റ്റ് ആയിരിക്കും ഞാൻ നൽകുന്നത്. ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് അണ്ടർസ്കോർ മൈ കൗണ്ടർ. മൈ കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമുക്കിവിടെ ഈ മൈ കൗണ്ടർ ഞാൻ ഇതാണ് ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ എറർ വന്നിരിക്കുകയാണ്. കാരണം എന്താണ്, മൈ കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഓൾറെഡി 0 അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ എന്തിലേക്കും കൺവേർട്ട് ചെയ്യണം, അതിനെ ഒരു സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടു സ്ട്രിങ് എന്ന് നൽകുന്നു. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യാം. ഇതിൽ വരിക, ഇവിടെ വന്നിട്ട് കൗണ്ടർ ആപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ കൗണ്ടർ ആപ്പ് ഡോട്ട് ഡാറ്റ് എന്ന ഫയൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നമ്മുടെ വാല്യൂ ഏകദേശം വന്നിട്ടുണ്ട്. നമ്മുടെ വാല്യൂ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ 0 എന്ന് വന്നിട്ടുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചിൽഡ്രനായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു വിഡ്ജറ്റ് നൽകുകയാണ്. ഇവിടെ സ്പേസ്. അതിനുശേഷം ഞാൻ ഈ സ്പേസിനെ തന്നെ സെൻറ്റർ വിഡ്ജറ്റിന് ശേഷവും നൽകുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹോട്ടലിലൂടെ പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും 0 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 0 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് ഡിസ്പ്ലേഡ് ആണ്. പക്ഷേ വളരെ ടെക്സ്റ്റ് വളരെ സൈസ് ചെറുതാണ്. ഇത് ഞാൻ ഓൾട്ടർ ചെയ്യുകയാണ്. എന്താണ്, ഞാൻ എൻ്റെ ടെക്സ്റ്റിന് സ്റ്റൈൽ നൽകാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഇവിടെ കോമ നൽകുക. അതിനുശേഷം സ്റ്റൈൽ നൽകുക. അതിനുശേഷം ടെക്സ്റ്റ് സ്റ്റൈൽ നൽകുക. ഓക്കെ, അതിനുള്ളിൽ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഫോണ്ട് സൈസ് 65, ഫോണ്ടിൻ്റെ വെയിറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ബോൾഡായിട്ടാണ് എനിക്ക് വേണ്ടത്. അതിന് ബോൾഡ് നൽകുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ 0 വളരെ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എനിക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബട്ടണാണ് റൈസ്ഡ് ബട്ടൺ എന്ന് പറയുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. അതിന് ഇതൊരു വിഡ്ജറ്റാണ്. റൈസ്ഡ് ബട്ടൺ നൽകുക. റൈസ്ഡ് ബട്ടൺ. ഓക്കെ, ഓപ്പൺ ചെയ്യാം. റൈസ് ബട്ടൺ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ചൈൽഡായിട്ട് ഞാൻ എന്ത് തന്നു, ഇതിൻ്റെ ചൈൽഡായിട്ട് ഞാൻ ആ ബട്ടൻ്റെ പേര് നൽകുന്നു. ടെക്സ്റ്റ് ക്ലിയർ. നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ബട്ടൻ്റെ ഓൺ പ്രസ്ഡ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു കൊടുക്കണം. ഓൺ പ്രസ്ഡ്, ദെൻ പാരൻറ്റീസിസ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഓൺ പ്രസ്ഡിൽ എന്താണ് സംഭവിക്കേണ്ടത്, അതായത് ഇവിടെ എൻ്റെ കൗണ്ടറിൽ എന്താണ് സംഭവിക്കേണ്ടത്,
എൻ്റെ ബട്ടൻ്റെ വാല്യൂ 0 ആക്കി തന്നെ റീസെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് മൈ കൗണ്ടർ ഈക്വൽസ് 0. അതായത് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ കൗണ്ടർ 0 ആയിട്ട് വീണ്ടും റീസെറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇനി എനിക്ക് എൻ്റെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണാണ് റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനായിട്ട് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഓപ്പൺ ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഓൺ പ്രസ് പറഞ്ഞു നൽകുന്നു. ഇവിടെ അതിൻ്റെ ഓൺ പ്രസ് ഞാൻ പറഞ്ഞു നൽകുകയാണ്. ഇവിടെ എന്താണ് ഞാൻ കോൾ ചെയ്യേണ്ടത്? എൻ്റെ ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. ഏത് ഫംഗ്ഷനാണ് ഞാൻ കോൾ ചെയ്യേണ്ടത്? എൻ്റെ അണ്ടർസ്കോർ കൗണ്ടർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഞാൻ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, കൗണ്ടർ സെമിക്കോളൻ. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിന് ഒരു ഐക്കൺ നൽകാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാൻ ചൈൽഡ് പ്രോപ്പർട്ടി നൽകുന്നു, അതിനുശേഷം ഐക്കൺ നൽകുന്നു, അതിനുശേഷം ഓപ്പൺ സർക്കിൾ. ഓക്കെ, ഇനി ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കൗണ്ടർ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ 50 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത ഒരു നമ്പറിലേക്ക് പോകുമ്പോഴേക്കും 60 എന്ന് വരും. പക്ഷേ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് ക്ലിയർ ആകുന്നില്ല. എന്നാൽ ഞാൻ വീണ്ടും എൻ്റെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൺ പ്രസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നമ്മൾ ഈ ക്ലിയർ ബട്ടനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മൈ കൗണ്ടർ എന്ന വേരിയബിൾ മാത്രമാണ് ചേഞ്ച് ചെയ്ത് 0യിലേക്ക് പോകുന്നത്. അവിടെ സ്റ്റേറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റേറ്റിന് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞ് കൊടുക്കണം. ഇവിടെയാണ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ലൈൻ അങ്ങ് കട്ട് ചെയ്യുകയാണ്, സ്റ്റേറ്റ് നൽകുകയാണ്, സെറ്റ് സ്റ്റേറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് ഇത് നമ്മുടെ സ്റ്റേറ്റ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും 0 ആയിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും.